ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് NIOSന്റെ മാത്തമാറ്റിക്സിനെ കുറിച്ചാണ്. ഓക്കെ, അതിലെ ആദ്യത്തെ ഭാഗം ഏതാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് നമ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, ഒരുപാട് വിധത്തിലുള്ള നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്താ അതിസംഖ്യകള്, മൂലസംഖ്യകള്, അതുപോലെ ഭിന്നസംഖ്യകള്, അഖണ്ഡഗണങ്ങള്, പൂർണ്ണസംഖ്യകള്, അഖണ്ഡസംഖ്യകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഖ്യകൾ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ 5 തരത്തിലുള്ള സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. 5 തരത്തിലുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പരിചിതമായിട്ടുള്ള 5 തരത്തിലുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ നമ്പറാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിസർഗ സംഖ്യകൾ മലയാളത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. നിസർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാലും എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ക്വസ്റ്റിന്റെ എപ്പോഴും നിസർഗ സംഖ്യ എന്ന് കണ്ടാലും എണ്ണൽ സംഖ്യ എന്ന് കണ്ടാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. ആ പേരിൽ തന്നെയുണ്ട്, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. നമ്മൾ ഏതൊക്കെയാണ് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ? 1, 2, 3, 4 അല്ലെ. 0 നമ്മൾ എണ്ണാൻ ഉപയോഗിക്കാറുണ്ടോ? 0 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. അപ്പൊ 1 മുതലുള്ള സംഖ്യകളാണ് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ്, നിസർഗ സംഖ്യകൾ, അതല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. രണ്ടാമത്തതാണ് എന്ത്? ഹോൾ നമ്പേഴ്സ്, അഖണ്ഡ സംഖ്യകൾ. അതെന്താന്ന് ഞാൻ പറഞ്ഞു, അഖണ്ഡ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ്. മൂന്നാമത്തതാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന്റെ മലയാളമാണ് പൂർണ്ണ സംഖ്യകൾ. നമ്മൾക്ക് 3 വിധത്തിലുള്ള സംഖ്യകൾ പറഞ്ഞു. നിസർഗ സംഖ്യകൾ, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണ സംഖ്യകൾ, പിന്നെയോ റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നകങ്ങൾ, ഭിന്നസംഖ്യകൾ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഭിന്നകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭിന്നസംഖ്യകൾ. പിന്നെയോ ഇറാഷണൽ നമ്പേഴ്സ്, അഭിന്നകങ്ങൾ, അഭിന്നകമായിട്ടുള്ള സംഖ്യകൾ. ഈ 5 തരത്തിലുള്ള സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നമ്പറാണ് ഇത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ, എണ്ണൽ സംഖ്യകളെന്ന് പറയും. ഇത് എന്താന്നുള്ളത് നമ്മൾ നേരത്തെ ഇപ്പം നോക്കി. എന്താണ് നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ്? 1, 2, 3 പോസിറ്റീവ് സിസ്റ്റം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന 1, 2, 3 കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എണ്ണാൻ ഉപയോഗിക്കുന്ന 1, 2, 3 തുടങ്ങിയ നമ്പറുകളെയാണ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്, എണ്ണൽ സംഖ്യകൾ എന്നാണ് ഉപയോഗിക്കുന്ന സംഖ്യകൾ. ഇതില് പറയുന്നത് there is no greatest natural number. അവിടെ ഒരു വലിയ ഏറ്റവും വലിയ പൂർണ്ണസംഖ്യ ഇല്ല. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ 1, 2, 3 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ 100 എന്ന് പറഞ്ഞാൽ before ഈ 1 is added to any natural number, we get the next higher natural number already. അതായത് ഇതൊന്നും നോക്കണ്ട. അതായത് നമ്മൾ ഏതൊരു സംഖ്യകളും പൂർണ്ണസംഖ്യയാണ്. ഇപ്പോൾ 1, 2, 3 അതിൽ 1, 2, 3 തുടങ്ങിയ നമ്മുടെ എണ്ണൽ സംഖ്യകളുണ്ടല്ലോ. നമ്മുടെ എണ്ണൽ സംഖ്യകൾ എന്താണ്? 1, 2, 3 തുടങ്ങിയ നമ്മുടെ എണ്ണൽ സംഖ്യകൾ അങ്ങനെ നീണ്ടതിലേക്ക് പോവാണ് അല്ലെ. ഇത് എന്താണ്? അനന്തമാണ്. 1, 2, 3 1, 2, 3 ഏത് നമ്പർ എടുത്താലും അതിലൂടെ 1 ആഡ് ചെയ്താൽ, അപ്പൊ നമ്മൾ 100 പറയാണ്, 100ആണ് വലിയ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിലൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? തൊട്ടടുത്ത നമ്പർ ആയിട്ടില്ല, തൊട്ടടുത്ത നമ്പർ ആയിട്ടില്ല 101 കിട്ടും ഇല്ലേ. ഇനി 1000 ആണ് വലിയ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. 1000ന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് അടുത്ത 1000 കിട്ടും. ഈ ലക്ഷമാണെന്ന് പറഞ്ഞാലോ, 1,000,001 കിട്ടും അല്ലെ. അങ്ങനെ നമ്മൾ ഏത് സംഖ്യന്റെ കൂടെ, ഇപ്പൊ ഏത് സംഖ്യ ആയിക്കോട്ടെ, 9 കൂടി 10 കൂടി നമ്മൾ എത്ര പറഞ്ഞാലും, ഭൂഗോളാണ് ഇപ്പൊ പേര് കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലുതെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലുത് 1ന് ശേഷം 100 പൂജ്യം വരുന്ന സംഖ്യയാണ് ഭൂഗോൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത സംഖ്യ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എണ്ണൽ സംഖ്യകളിലെ ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സംഖ്യ എടുത്താലും
അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് തൊട്ടടുത്ത നമ്പർ കിട്ടും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എണ്ണൽ സംഖ്യകളിൽ ഒരു വലിയ സംഖ്യ, ഏറ്റവും വലിയ സംഖ്യ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിൽ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ എണ്ണൽ സംഖ്യകളിൽ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഹരണം. ഈ എണ്ണൽ സംഖ്യകളിൽ നമുക്ക് 4 ഓപ്പറേഷൻസ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള കൂട്ടല്, കുറക്കല്, ഗുണനം, ഹരണം എന്നീ ക്രിയകൾ നമുക്ക് എണ്ണൽ സംഖ്യകളിൽ ചെയ്യാം. ഓക്കെ, 1 2 3 എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ 1 2 3 എന്ന് പറയുന്ന സംഖ്യയിൽ നമുക്ക് കൂട്ടാം, 1 2 കൂട്ടാം, 1 2 ഗുണിക്കാം, അല്ലെ, ഇനി ഹരിക്കാം, ഇനി അതല്ലെങ്കിൽ കുറക്കാം, അല്ലെ, 3 2 കുറക്കാം. ഇനി ഏത് സംഖ്യകളെ നമുക്ക് കുറയ്ക്കുക, കൂട്ടുക, ഗുണിക്കുക, ഹരിക്കാൻ തുടങ്ങിയ 4 ക്രിയകൾ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. ഇനി അഡീഷൻ, എണ്ണൽ സംഖ്യകളുടെ കൂട്ടൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. 2 സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 4 2 കൂട്ടിയാൽ നമുക്ക് കിട്ടും 6 കിട്ടും. അതൊരു എണ്ണൽ സംഖ്യ തന്നെയാണ്, അല്ലെ. അപ്പൊ നമ്മൾ 1 2 3 എണ്ണി പോകുമ്പോൾ നമുക്ക് 6 വരുന്നുണ്ടല്ലോ, അല്ലെ. അപ്പൊ 4 2 കൂട്ടി നമുക്ക് 6 കിട്ടിയാൽ അതും എന്ത് തന്നെയാണ്, ഒരു എണ്ണൽ സംഖ്യ തന്നെയാണ്. അതുപോലെ 21 36 കൂട്ടി നോക്കുമ്പോൾ 21 36 കൂട്ടിയില്ലെങ്കിൽ നമുക്ക് 57 കിട്ടും. അത് വീണ്ടും ഒരു എണ്ണൽ സംഖ്യ തന്നെയാണ്. അപ്പൊ 2 എണ്ണൽ സംഖ്യകൾ കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരവും എന്ത് തന്നെയാണ്, മറ്റൊരു എണ്ണൽ സംഖ്യയാണ്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ, അതായത് കുറക്കൽ. ഓക്കെ, കുറക്കൽ എങ്ങനെയാണ് കുറയ്ക്കുക, വലിയ സംഖ്യയിൽ നിന്ന് നമ്മൾ ചെറിയ സംഖ്യകൾ കുറക്കാറുണ്ട്, അല്ലെ. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുന്ന സമയത്ത് അവിടെ വലിയ സംഖ്യകൾ വരും. അപ്പൊ തൽക്കാലം നമ്മളിപ്പോ വലിയ സംഖ്യകൾ കൺസിഡർ ചെയ്യാം. അപ്പൊ 4 2 കുറച്ചാൽ 2 എന്ന് കിട്ടും. വലിയ സംഖ്യകളിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് നമുക്ക് കിട്ടുന്നത് ഒരു എണ്ണൽ സംഖ്യ തന്നെയാണ്. അതുപോലെ 42 31 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 11 എന്ന് കിട്ടും. അതും എന്ത് തന്നെയാണ്, ഒരു എണ്ണൽ സംഖ്യ തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണൽ സംഖ്യ ആവുമ്പോൾ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറക്കുമ്പോൾ, അതായത് 3 നിന്ന് 2 കുറക്കുമ്പോൾ, അല്ലെങ്കിൽ 6 നിന്ന് 5 കുറക്കുമ്പോൾ, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു എണ്ണൽ സംഖ്യ തന്നെ കിട്ടുന്നത്. ഈ ഗുണനം എങ്ങനെയാണെന്ന് നോക്കും. 2 സംഖ്യകൾ തമ്മിലുള്ള ഗുണനം. ഓക്കെ, 2 സംഖ്യകൾ ഗുണിക്കാൻ വേണ്ടി ഇപ്പൊ 4 ഗുണിക്കണം പോലെ നമുക്ക് എന്ത് കിട്ടും, 12 കിട്ടും. അത് വീണ്ടും ഒരു എണ്ണൽ സംഖ്യ തന്നെയാണ്. 12 ഗുണിക്കണം 4 എന്ന് പറയുന്നത് 48. അതും എണ്ണൽ സംഖ്യ തന്നെയാണ്. 2 സംഖ്യകളുടെ ഗുണനം. ഓക്കെ, അപ്പൊ 4 × 3 എന്ന് പറയുന്നത് 4 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 12 ആണ്. 4നെ 3 പ്രാവശ്യം കൂട്ടുക എന്നതാണ് 4 ഗുണിക്കണം 3 എന്ന് പറയുന്നത്. നമ്മുടെ 4 8 12. അപ്പൊ 4 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 12. 12 ഗുണിക്കണം 4 എന്ന് പറയുന്നത് 48. ഇത് രണ്ടും എന്ത് തന്നെയാണ്, എണ്ണൽ സംഖ്യകൾ തന്നെയാണ്, അല്ലെ. പൂർണ്ണസംഖ്യകളല്ല, എണ്ണൽ സംഖ്യകൾ തന്നെയാണ്. എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ തന്നെയാണ്. കൂട്ടുകയാണെങ്കിലും ഗുണിക്കുകയാണെങ്കിലും ഏത് സംഖ്യകളെ കൂട്ടിയാലും ഏത് സംഖ്യകളെ എണ്ണൽ സംഖ്യകളെ ഗുണിച്ചാലും കിട്ടുന്ന ഉത്തരം ഇത് തന്നെയാണ്, എണ്ണൽ സംഖ്യകളാണ്. കുറക്കലാകുമ്പോൾ വലുതിന് ചെറുത് കുറക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എണ്ണൽ സംഖ്യകളെ കിട്ടുള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഹരണം. ഹരണം എന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് 12ന് 2 കൊണ്ട് ഹരിച്ചാൽ 6, 16ന് 8 കൊണ്ട് ഹരിച്ചാൽ 2. അങ്ങനെ വലിയ സംഖ്യകളെ ചെറിയ സംഖ്യകളെ ഹരിക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, പൂർണ്ണ സംഖ്യകൾ തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ കുറക്കലും ഹരണം എന്താണ് ശ്രദ്ധിക്കണം. വലുതിന് ചെറുതുകൊണ്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വലുതിന് ചെറുത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എണ്ണൽ സംഖ്യകൾ തന്നെ കിട്ടുന്നത്. Addition and multiplication of natural numbers again lead a natural number. നമ്മൾ പറഞ്ഞു കൂട്ടലും ഗുണനവും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു എണ്ണൽ സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ, കുറക്കലും ഹരണത്തിലും 2 നാച്ചുറൽ നമ്പർ വരാം അല്ലെങ്കിൽ വരാതിരിക്കണം. വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറക്കുമ്പോഴാണ് നമുക്ക് എണ്ണൽ സംഖ്യ കിട്ടുന്നത്. നേരെ തിരിച്ച് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കുമ്പോൾ നെഗറ്റീവ് സംഖ്യയാണ് കിട്ടാറുണ്ട്. നമ്മൾ ഒരിക്കലും എണ്ണൽ സംഖ്യയായിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ നമ്പർ ലൈൻ. നമുക്ക് നമ്പർ ലൈനിൽ ഇത് എങ്ങനെ അടയാളപ്പെടുത്താം എങ്ങനെ നമുക്ക് പറയാം. നാച്ചുറൽ നമ്പേഴ്സ് നമ്പർ ലൈനിൽ എനിക്ക് എങ്ങനെ അടയാളപ്പെടുത്താം. 1 മുതൽ തുടങ്ങിയിട്ട് ഇവിടെ അനന്തമായിട്ട് പോകാനുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ആരോ തിരിച്ചത് ഇവിടുന്ന് ഇത് കഴിഞ്ഞ് ഇങ്ങനെ സംഖ്യകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു, ആ ലൈനിൽ ഇവിടെ ആരോ കൊടുക്കുന്നു. പിന്നീട് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം
ബാക്കിലേക്ക് ഇനി നമ്പർ ഇല്ല. സംഖ്യ എന്ന് പറഞ്ഞാൽ മുമ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ മുമ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങനെ അനന്തമാണ്, ഇതിലൊരു അങ്ങോട്ട് നീണ്ടു പോകുന്നുണ്ട് എന്ന് നൽകുന്നത്. അപ്പൊ നമ്മളുടെ എന്നിട്ട് എന്ത് ചെയ്യാം, തുല്യ അകലത്തിൽ പോയിന്റുകൾ അടയാളപ്പെടുത്താം. നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഓരോ സെന്റിമീറ്റർ അകലത്തിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ തുല്യ അകലത്തിൽ സംഖ്യകൾ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ എന്ത് ചെയ്യുന്നത്, എണ്ണൽ സംഖ്യകൾ അടയാളപ്പെടുത്തുന്നത്. അടുത്തതാണ് ഖണ്ഡസംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളിപ്പോ എണ്ണൽ സംഖ്യകൾ പറഞ്ഞല്ലോ, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, അതിന്റെ കൂടെ 0 കൂടി കൂട്ടുക. അപ്പൊ 1, 2, 3 എന്നുള്ളതിന്റെ കൂടെ 0 കൂടി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അഖണ്ഡ സംഖ്യകൾ, അതായത് 1, 2, 3 എന്ന് തുടങ്ങുന്ന ആ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി കഴിഞ്ഞാലാണ് അഖണ്ഡ സംഖ്യ ആവുന്നത്. അതായത് ഹോൾ നമ്പേഴ്സ് ആണ് 0, 1, 2, 3 തുടങ്ങിയ നമ്പറുകളാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫോളോവിങ് പ്രോപ്പർട്ടി, താഴെ പറയുന്ന എന്തുണ്ട്, ഇതിനോരോ നിയമങ്ങളുണ്ട്. ഏത് സംഖ്യയുടെ കൂടെയും, ഇത് ഏത് പറയുന്നത് ഒരു സംഖ്യയാണെന്ന് വിചാരിച്ചിട്ട് 2, 1 ഏത് സംഖ്യയോ ആയിരിക്കും, അതിന്റെ കൂടെ 0 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ആ സംഖ്യ തന്നെ ആയിരിക്കും, അല്ലെ? ഇപ്പൊ 2ന്റെ കൂടെ 0 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 തന്നെയല്ലേ? അതേപോലെ 0ന്റെ കൂടെ ആ സംഖ്യ കൂട്ടിയാലും തിരിച്ചിട്ട് കൂട്ടിയാലും എന്തുതന്നെയാണ് ഉത്തരം ആ സംഖ്യ തന്നെ. ഇതിന്റെ ഓരോ നിയമങ്ങളാണ്. അതുപോലെ ഒരു സംഖ്യയിൽ നിന്ന് 0 കുറച്ചാൽ ആ സംഖ്യ തന്നെയാണ്. പക്ഷെ തിരിച്ച് 0ത്തിൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ എന്തല്ല, അത് നെഗറ്റീവ് ആണ് കേട്ടോ. അതായത് ന്യൂനസംഖ്യകളാണ്. അപ്പൊ ഒരു സംഖ്യയിൽ നിന്ന് 0 കുറച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ കിട്ടും. പക്ഷെ 0ത്തിൽ നിന്ന് ആ സംഖ്യ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഖ്യ കിട്ടുകയില്ല. അടുത്തതാണ് ഗുണനം. ഒരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 0 ഉത്തരം കിട്ടുക. ഒരു സംഖ്യയുടെ കൂടെ 0 കൂട്ടിയപ്പോ സംഖ്യ കിട്ടിയത് കൂട്ടലായിരുന്നു. നേരെ തിരിച്ച് ഒരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 0. ഈ തിരിച്ചിട്ട് 0ത്തിനെ ആ സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ഇത് തന്നെയാണ് നമുക്ക് ഉത്തരം 0 തന്നെയാണ് കിട്ടുന്നത്. ഡിവിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഒരു സംഖ്യയുടെ താഴെ 0 വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡിവിഷൻ അവിടെ ഈ ഒരു ക്രിയ നമ്മൾ ഏത് ക്രിയ ചെയ്യുമ്പോഴും ഈ നിയമം നമ്മൾ ആലോചിക്കുന്നു. ഏത് സംഖ്യയുടെ കൂടെ 0 കിട്ടിയാലും 0ത്തിന്റെ കൂടെ ഏത് സംഖ്യ കിട്ടിയാലും ഉത്തരം സംഖ്യ തന്നെയാണ്. ഏത് സംഖ്യയിൽ നിന്ന് 0 കുറച്ചാലും ആ സംഖ്യ തന്നെയാണ് വരിക. പിന്നെ ഏത് സംഖ്യയുടെ കൂടെ 0 ഗുണിച്ചാലും സംഖ്യ 0 വരിക. ഈ 3 കാര്യങ്ങൾ ബേസിക് അറിയാവുന്നതാണ്. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യാം. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അടുത്തത് 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ഹോൾ നമ്പർ. അത് പറഞ്ഞല്ലോ, നാച്ചുറൽ നമ്പേഴ്സിൽ, അതായത് എണ്ണൽ സംഖ്യകളിൽ നമുക്ക് കൂട്ടലും കുറക്കലും ഗുണനം ഹരണമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലൊരു 0 കൂടിയുള്ളൂ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ 4 ക്രിയകളായിട്ടുള്ള കൂട്ടലും കുറക്കലും ഗുണനം ഹരണം നമുക്ക് എന്ത് ചെയ്യാം, അഖണ്ഡ സംഖ്യയിലും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി അഖണ്ഡ സംഖ്യകളെ നമുക്ക് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താം. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ സംഖ്യാരേഖ, സംഖ്യകളുടെ രേഖയിൽ നമുക്ക് അഖണ്ഡ സംഖ്യകളെ അടയാളപ്പെടുത്താം. എങ്ങനെ അടയാളപ്പെടുത്താം? 0 മുതൽ ആദ്യം സംഖ്യ ലൈൻ വരയ്ക്കുക. നമ്മൾ ലൈൻ വരച്ചു, ആ ലൈനിന്റെ ഈ തലയ്ക്ക് ഇങ്ങനെ വെച്ചു. കാരണം എന്താണ്, ഈ ഭാഗത്തോട്ട് നീണ്ടു പോകുന്നുണ്ട് എന്നറിയുന്നത്. ഇവിടെ അങ്ങനെ വരക്കാത്തത് കാരണം ബാക്കിലോട്ട് നമ്പർ ഇല്ല, 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയിന്റുകൾ അടയാളപ്പെടുത്തി തുല്യ അകലത്തിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഓരോ സെന്റിമീറ്റർ അകലത്തിൽ ഓരോ പോയിന്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. 0 എടുത്ത് 11 അങ്ങനെ ഓരോ ഇതിന്റെ അകലത്തിലും സ്കെയിൽ വെച്ചിട്ട് പോയിന്റുകൾ അടയാളപ്പെടുത്തുക. അങ്ങനെ ലൈൻ വരച്ചു, ആരോ വരച്ചു, പോയിന്റ് വരച്ചു. ഇനി അതിനെ നമ്മൾ അടയാളപ്പെടുത്താറ് 0, 1, 2, 3, 4, 5, 6 ഇത് അങ്ങനെ നീണ്ടു പോകുന്നു. ഈ വരച്ചതിലേക്ക് നീണ്ടു പോകുന്നു. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്പർ ലൈനിൽ വലത്തേക്ക് പോകുമ്പോൾ സംഖ്യകൾ കൂടി വരും. അപ്പൊ ഇവിടുന്ന് കൂടി വന്നിട്ട് ഇതിനൊരു അവസാനമില്ല. വീണ്ടും അങ്ങനെ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ 0ന് ബാക്കിൽ നമുക്ക് നമ്പർ ഇല്ല. അക്ഷര സംഖ്യ എന്ന് പറഞ്ഞാൽ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് നമ്മൾ ഇവിടെ പോയിന്റ് എത്തിയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യകളെ സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്, ഇന്റിജേഴ്സ് എന്ന് പറയുന്ന പൂർണ്ണസംഖ്യകൾ. എന്താണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണൽ സംഖ്യകളായിക്കോട്ടെ, അഖണ്ഡ സംഖ്യകളായിക്കോട്ടെ. അപ്പൊ എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അല്ലെ, 1, 2, 3, 4, 5, 6, 7 തുടങ്ങിയ സംഖ്യകളാണ്. അതിന്റെ കൂടെ 0 ചേരുമ്പോൾ എന്തായി? അഖണ്ഡ സംഖ്യകളാണ്. ഇനി അതിന്റെ കൂടെ ഈ എണ്ണൽ സംഖ്യകളുടെ നെഗറ്റീവ് സംഖ്യകൾ അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ കൂടുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണസംഖ്യയിൽ 3 ഭാഗങ്ങൾ വരും. ഒന്ന് നെഗറ്റീവ് ഭാഗം വരും, ഒന്ന് 0 വരും, പിന്നെ ഒന്ന് അതിസംഖ്യകൾ അല്ലെ, അതായത് എണ്ണൽ സംഖ്യകൾ വരും. ഓക്കെ, അപ്പോ ഈ 3 ഭാഗങ്ങളും കൂടി കൂടിയത് നെഗറ്റീവും ന്യൂനവും 0വും അതിസംഖ്യകളും, അതായത് എണ്ണൽ സംഖ്യകളും കൂടിയതാണ് ഇത് പറയുന്നത് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിന് 2 സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ആരോ കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഒരു സൈഡിൽ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ, കാരണം ബാക്കിലോട്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ബാക്കിലോട്ട് നമ്പേഴ്സ് ഉണ്ട്, കാരണം ന്യൂനസംഖ്യകൾ എല്ലാം പൂർണ്ണസംഖ്യ വരുന്നുണ്ട്. ന്യൂനസംഖ്യക്ക് നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയാൻ കഴിയില്ല, നമ്പറിനെ പറയാൻ പറ്റും ഇല്ല, കാരണം -1, എത്രത്തോളം എണ്ണൽ സംഖ്യകൾ ഇങ്ങോട്ടുണ്ടോ വലത്തോട്ടുണ്ടോ അത്രയും എണ്ണൽ സംഖ്യകൾ നെഗറ്റീവ് ബാക്കിലോട്ടുണ്ടാവും. നമുക്ക് ഒരു വലിയ സംഖ്യ അല്ലെങ്കിൽ ഒരു സംഖ്യ നമുക്ക് ഇതിന്റെ അച്ഛൻ പറയാൻ കഴിയില്ല. അപ്പൊ 2 തെളിവ് നമ്മൾ എന്ത് ചെയ്യണം? കാര്യമായിട്ട് വെക്കണം. അതിനുശേഷം തുല്യാങ്കത്തിൽ എടുക്കുക. നമ്മളതിന്റെ 0, 1, 2, 3, 4 വലത്തോട്ടും അതിന്റെ നെഗറ്റീവ് -1 അല്ലെങ്കിൽ -1 പറഞ്ഞെടുത്തിട്ട് നമ്മൾ അതിനെ അടയാളപ്പെടുത്തുകയും. അപ്പൊ ഇങ്ങനെയാണ് പൂർണ്ണസംഖ്യകൾ നമ്പർ ലൈനിൽ സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞു, 3 ഭാഗങ്ങളുണ്ട്, നെഗറ്റീവ് ഉണ്ട്, അതുപോലെ 0 ഉണ്ട്, അതിസംഖ്യകളുണ്ട് അല്ലെ. അപ്പൊ 3 ഭാഗങ്ങളുണ്ട് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇതിവിടെ കുറച്ചൊരു കണക്ക് നമ്മൾ നോക്കാം. നമ്പർ ലൈൻ ഉപയോഗിച്ച് താഴെ പറയുന്ന ഇന്റിജേഴ്സിനെ കൂട്ടുക എന്നാണ് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? 9ഉം -5ഉം. 9 എന്ന് പറയുന്നത് അതിസംഖ്യയാണ്, -5 എന്ന് പറയുന്നത് ന്യൂനസംഖ്യയാണ്. ഒരു അതിസംഖ്യ എന്ന് പറയുമ്പോൾ 0 വലത്തോട്ടാണ്, -5 എന്ന് പറയുന്നത് 0 ഇടത്തോട്ടാണ്. അപ്പൊ ഇതാണ് നമുക്ക് കൂട്ടാനുള്ള 1. രണ്ടാമത്തെ പറയുന്നത് -3, -7, രണ്ടും ന്യൂനസംഖ്യകളാണ്. ഇനി എങ്ങനെയാണ് ആദ്യത്തെ നോക്കാം? ആദ്യം നമ്മൾ ഈ ലൈൻ വരയ്ക്കുന്നു. ആ ലൈനില് ഇന്റിജേഴ്സ് ആണെങ്കിൽ പൂർണ്ണസംഖ്യകളാണെങ്കിൽ 2 തെളിവ് ആരെയൊക്കെ എടുക്കണം, കാരണം 2 തെളിവ് മുന്നിൽ പോകുന്നുണ്ട്. നമ്മളൊരു പോയിന്റ് ഒരാൾപ്പെടുത്തുന്നു, ഓരോ 0 ഒരാൾപ്പെടുത്തുന്നു, വലത്തോട്ട് തുല്യാകലത്തിൽ എതിർത്തോട്ടും തുല്യാകലത്തിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നു. നമുക്ക് വേണ്ട നമ്പറുകൾ ഇവിടെ നോക്കാം, എത്ര വേണമെന്നുള്ളത്. -5 ഇവിടെ ഉള്ളത്. അപ്പൊ ഇടത്തോട്ട് 5 എണ്ണമെങ്കിലും മിനിമം വേണം. -5 വരണമെങ്കിൽ ഇടത്തോട്ട് മിനിമം 5 എണ്ണമെങ്കിലും വേണം. 9 വരണമെങ്കിൽ വലത്തോട്ട് 9 എണ്ണമെങ്കിലും വേണം. ഓക്കെ, ഇനി നമ്മൾ അതിന് നമ്പേഴ്സ് കൊടുക്കണം. ഫസ്റ്റ് നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9. അതായത് 9ആണ് നമുക്ക് കൂട്ടുന്നത്. നമ്പർ ലൈൻ അതായത് സംഖ്യാരേഖ ഉപയോഗിച്ച് തന്നെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് നമ്മൾ സംഖ്യാരേഖയിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ 0 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് അടയാളപ്പെടുത്തും. പിന്നെ നമുക്ക് -5 വേണ്ടേ, ഇപ്പൊ നെഗറ്റീവ് സംഖ്യകൾ അടയാളപ്പെടുത്തും. അപ്പൊ ഈ ഇടത്ത് ഭാഗത്തേക്ക് -1, -2, -3 എന്ന് പറഞ്ഞ് നമ്മൾ സംഖ്യകൾ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കും. ഇനി ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴും സംഖ്യകൾ കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. 0 കഴിഞ്ഞാൽ 1 0-നേക്കാൾ വലുതാണ്, 2 1-നേക്കാൾ വലുതാണ്, 3 2-നേക്കാൾ വലുതാണ്, 4 3-നേക്കാൾ വലുതാണ്, 5 4-നേക്കാൾ വലുതാണ്, അങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് -1 അല്ലേ, ഇത് 0 അല്ലേ, അപ്പൊ 0 അല്ലേ ചെറുത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ മൈനസില് നമ്മൾ ഈ അതിസംഖ്യകളുടെ കാര്യം പറയുന്നത് നേരെ വിപരീതമാണ്. മൈനസുകൾ എന്താണെന്നോ, ഇതിന്റെ ഇടത്തോട്ട് പോകുന്നത് കുറഞ്ഞു വരിക. അപ്പൊ 0 ആണ് ഇവിടെ വലിയ സംഖ്യ,
-1 പൂജ്യത്തിനേക്കാൾ ചെറുതാണ്. അതുപോലെ -2 എന്ന് പറയുന്നത് ഒന്ന് കുറയ്ക്കുന്നതിനേക്കാൾ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഇവിടെ 1 കുറച്ചു, അതാണ് -1 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 കുറച്ചു, അപ്പൊ 1 കുറച്ചതാണോ 2 കുറച്ചതാണോ ചെറുതാവുക? 2 കുറച്ചതല്ലേ ചെറുതാവുക. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. എന്താണ്? -2 വലുതാണ് -1. അതുപോലെ -5 വലുതാണ് -4, -6 വലുതാണ് -5, -7 വലുതാണ് -6. ഏറ്റവും കൂടുതൽ കുറക്കുന്നത് ഇതാണ്. ഇവിടെ കുറച്ചേ കുറക്കുന്നുള്ളൂ. അപ്പൊ അതിങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആലോചിച്ചാൽ മതി. വലത്തോട്ട് പോകുമ്പോഴും ഇതിന്റെ വാല്യൂ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യാന്നുള്ളത്? അപ്പൊ നമ്മൾ സംഖ്യാരേഖ വരച്ചു, അതിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തി നമ്പറുകൾ കൊടുത്തിട്ട് അല്ലെ. ഇനി നമുക്ക് ആദ്യം വേണ്ടത് 9നെയാണ് കൂട്ടേണ്ടത്. അപ്പൊ നമുക്ക് 9 എന്നുള്ള വരച്ചു. 0 മുതൽ 9 വരെയുള്ള ലൈന് നമ്മൾ ആദ്യം വരച്ചു. ഇതാണ് 9 എന്ന് പറയുന്ന സംഖ്യ അല്ലെ. 0 മുതൽ 9 വരെ. ഓക്കെ, ഇനി അടുത്തത് ആരാ? -5 അപ്പൊ നമ്മൾ -5നെ ഇവിടെ വരച്ചു. 0 മുതൽ -5 വരെ. ഇതാണ് -5 എന്ന് പറയുന്ന വര. 0 മുതൽ -5 വരെ. അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ -5 എന്ന് പറയുമ്പോൾ 0 നിന്നാണ് ആഡ് തുടങ്ങുന്നത്. 9 എന്ന് പറയുമ്പോഴും 0 നിന്നാണ് തുടങ്ങുന്നത്. 0 ആണ് നമ്മുടെ കേന്ദ്രം. അപ്പൊ ഇവിടെ 9 എന്ന് പറയുന്ന ഒരു രേഖ വരച്ചു. ഇവിടെ നമ്മൾ -5 എന്നുള്ള രേഖ വരച്ചു. -5 എന്ന് പറയുന്നത് 5 തന്നെയാണ്. മൈനസ് എന്ന് പറയുന്നത് ഇടത്തോട്ടായതുകൊണ്ട് നമ്മൾ ഇടത്തേക്ക് ഒരു 5 എന്ന രേഖ വരച്ചു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു രേഖ 0ന് വലത്തോട്ടും ഒരു രേഖ 0ന് ഇടത്തോട്ടുമാണ് അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? വലുതിന്ന് ചെറുത് കുറയ്ക്കുകയാണ് ചെയ്യുക. അതായത് ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പൊ ഇവിടെ വലുതാരാ? 9 ആണ്. ചെറുതാരാ? 5 ആണ്. അപ്പൊ വലുതിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കണം. അപ്പൊ ഈ ചെറുത് 5 കുറയ്ക്കുമ്പോൾ എങ്ങനെ വരും? 5 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. 0 മുതൽ 5 വരെയുള്ളത്. ഈ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പൊ 5 വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം നമ്മൾ കുറച്ച് കളയണം. കുറച്ച് കളയണം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകും അല്ലെ. അത് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം ഏതാണ്? ഈ 5 മുതൽ 9 വരെയുള്ള ഈ ഭാഗം അല്ലെ. ഇതല്ലേ ബാക്കി വരുന്നത്. 2 മുതൽ ഇതുവരെയുള്ള ഭാഗം. അത് എത്രയുണ്ട്? 1, 2, 3, 4 4 വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 4. ഇങ്ങനെ നമ്മൾ ചെയ്ത് ആദ്യം സംഖ്യാരേഖ വരച്ചു. അതിൽ പോയിന്റ് അടയാളപ്പെടുത്തി, തുല്യതപ്പെടുത്തി, നമ്പറുകൾ അടയാളപ്പെടുത്തി, നമുക്ക് ആവശ്യമുള്ള നമ്പർ നോക്കി 9 അടയാളപ്പെടുത്തി. ഇടത്തോട്ട് -5 വരെയെങ്കിലും വേണം. നമ്മൾ 7 വരെ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ 5 വരെയെങ്കിലും അടയാളപ്പെടുത്തണം. നമ്പർ നോക്കിയിട്ട് വേണം പോയിന്റുകൾ അടയാളപ്പെടുത്താൻ. അത് കൂടുതൽ ആയാലും കുഴപ്പമില്ല, പക്ഷെ കുറയരുത്. അപ്പൊ നമ്മൾ ആദ്യം 9 എന്നുള്ള സംഖ്യ രേഖ ഇവിടെ വരച്ചു. 0 മുതൽ 9 വരെയുള്ള രേഖ വരച്ചു. അടുത്തത് -5 ആയതുകൊണ്ട് 0 മുതൽ ഇടത്തോട്ട് 5 വരച്ചു. -5 ഇടത്തോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഇടത്തോട്ട് 5 വരച്ചു. അതിനുശേഷം നമ്മൾ നോക്കി. അപ്പൊ ഒരു വര അല്ലെങ്കിൽ ഒരു രേഖ 0ന് വലതു ഭാഗത്തേക്കും ഒരു രേഖ 0ന് ഇടതു ഭാഗത്തേക്കുമാണ് വരുന്നത്. അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പുറത്തുകയാണ് വേണ്ടത്. അപ്പൊ ഈ സംഖ്യരേഖയെ നമ്മൾ എടുത്ത് ഇതേപോലെ 0ന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 5 വരെ ഉള്ളത് കട്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഒഴിവാക്കണം, കുറക്കണം. ബാക്കി വരുന്നത് ഏതാ? 5 മുതൽ 9 വരെയുള്ള സംഭവമാണ്. 5 മുതൽ 9 വരെയുള്ളത് ആ ഒരു എത്രയാണ് വരുന്നത്? 1, 2, 3, 4 ഇതിന്റെ വരുന്നത്. എത്ര ആലോചിച്ചാൽ 9ൽ നിന്ന് 5 കുറച്ചാലല്ലേ ഈ ഒരു ദൂരം കിട്ടാൻ. 9 5 കുറച്ചുമ്പോൾ ബാക്കി 4. ഇതാണ് അതിന്റെ ഉത്തരം. ഈ രണ്ടാമത്തെ നോക്കാൻ പറ്റും. രണ്ടാമത്തെ നോക്കുമ്പോൾ ഇതേപോലെ സംഖ്യാരേഖ വരച്ചു. തുല്യ അകലത്തിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തി. ഇനിയോ നമ്പറുകൾ കൊടുത്ത് നമുക്ക് വേണ്ട നമ്പറുകൾ നമ്മൾ കൊടുക്കണം. -3, -7 രണ്ടും ഒരേ സൈഡിലാണ്. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് അപ്പൊ ഇടത്തോട്ട് നമ്മൾ ഇടത്തേക്ക് മാത്രം വേണ്ടത്. ഇടത്തേക്ക് കുറച്ച് നമ്പർ കൊടുക്കാനെങ്കിൽ ഇടത്തേക്ക് കുറച്ച് കൂടുതൽ നമ്പർ കൊടുക്കുക. അതെന്ത് ചെയ്യാം? നമ്മൾ ആദ്യം -3 വരയ്ക്കുകയാണ്. -3 പറയുമ്പോൾ 0ന് ഇടത്തോട്ടാണ് വരിക. അപ്പൊ 0ന് ഇടത്തോട്ട് നമ്മൾ ഇങ്ങനെ വരച്ചില്ല. 0 മുതൽ 3 വരെ നമ്മൾ രേഖ വരച്ചു. പിന്നെ അടുത്ത താരം -7 ആണ്. അപ്പൊ 0 മുതൽ 7 വരെ ഇടത്തോട്ട് തന്നെ വരച്ചു. അപ്പൊ ഇവിടെ നോക്കൂ,
രണ്ടു വരകളും എങ്ങോട്ടാ കിടക്കുന്നത്? പൂജ്യത്തിന്റെ ഇടതുഭാഗത്തേക്കാണ് കിടക്കുന്നത് അല്ലെ. വലതുഭാഗത്തേക്ക് എന്തില്ല, വരകൾ വരുന്നില്ല. രണ്ടും എങ്ങോട്ടാ വരുന്നത്? ഇടതുഭാഗത്തേക്കാണ്. അപ്പൊ രണ്ടും ഒരേ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ, രണ്ടും വലതുഭാഗത്തേക്കോ അല്ലെങ്കിൽ രണ്ടും ഇടതുഭാഗത്തേക്കോ, രണ്ടും ഒരേ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ അവ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ട് സൈഡിലായതുകൊണ്ടാണ് കുറച്ചത്. ഓക്കെ, ഇവിടെ രണ്ടും ഒരേ സൈഡിലാണ് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ ഓൾറെഡി 7 ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഈ 3 എടുത്തിട്ട് 7ന്റെ പുറത്തേക്ക് വെക്കണം. 7 നമ്പറിനെ ഇവിടേക്ക് വെക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഇതാണ് 7 മുതൽ 10 വരെ, അതല്ലേ 3 എന്ന് പറയുന്നത്. ഈ 3 നമ്മൾ ഇവിടെ വെച്ചു. ഇനി നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരേ സൈഡിലായതുകൊണ്ട് ഇതിനെ നമ്മൾ കൂട്ടണം. അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഇത്തരമില്ല കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതും ഇതും, ഈ 7ഉം ഈ 3ഉം നമ്മൾ കൂട്ടണം. കൂട്ടുകയാണ് ഇത്രയും പോർഷനാണ് വരും അല്ലെ. ഇത്ര പോർഷൻ വരും. എന്താണ് അതിന്റെ ഇത്ര വില? 10. ഇങ്ങനെ 10. ഒരേ സൈഡിലാണെങ്കിൽ നമ്മൾ കൂട്ടിയിട്ട് അതിന്റെ ചിഹ്നം കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ദൂരമാണ് പറയുന്നത്, നീളമാണ് പറയുന്നത്. നിങ്ങൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് സംഖ്യയിൽ പറയുന്നില്ല, അതിസംഖ്യയിൽ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് 10 നമുക്ക് എടുക്കുന്നത് കേട്ടോ. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി അടുത്ത നമുക്ക് നോക്കാം.